ഒരു ഗുരുവും ശിഷ്യനും ഹിമാലയം കയറുകയായിരുന്നു. ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ട്. കുറച്ച് നടന്നപ്പോൾ ആരോ വീണ് കിടക്കുന്നത് അവർ കണ്ടു. ഗുരു ആ മനുഷ്യന്റെ കൈയും കാലും ഒക്കെ തിരുമ്മി ചൂട് കൊടുക്കാൻ തുടങ്ങി. ശിഷ്യൻ പറഞ്ഞു, ഇയാളെ പരിചരിച്ചു കൊണ്ടിരുന്നാൽ നമുക്കും ജീവൻ നഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് ഈ അതിശൈത്യ മേഖല മറികടക്കണം. ഗുരു അത് ശ്രദ്ധിച്ചത് പോലുമില്ല. ഇത് കണ്ട ശിഷ്യൻ വേഗം നടന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയ ആളെയും ചുമന്ന് ഗുരു യാത്ര തുടർന്നു. ആയാസമേറിയ യാത്രയായതുകൊണ്ട് രണ്ടുപേരുടെയും ശരീരത്തിലെ ചൂട് നിലനിന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവരൊരു കാഴ്ച കണ്ടു. രക്ഷപ്പെടാനായിട്ട് വേഗം പോയ ശിഷ്യനുണ്ടല്ലോ, മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നു. അയാൾക്ക് ജീവനും നഷ്ടമായി. തനിച്ച് ശ്രമിച്ചാൽ എല്ലാം തൻ്റേത് മാത്രമാക്കാം എന്നതാണ് ഏറ്റവും അപകടകരവും അപക്വമായ ചിന്ത. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വികല മനസ്സിന്റെ ഉടമകൾ എല്ലാ രംഗത്തുമുണ്ട്. നമ്മൾ അവരെ വിളിക്കുന്നത് സെൽഫിഷ് ആണ് എന്നാണല്ലോ. ഒരു നോട്ടും ആർക്കും കൊടുക്കാതെ തനിയെ പഠിച്ച് ഒന്നാം സ്ഥാനം നേടാൻ ശ്രമിക്കുന്നവർ, തനിക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ മറ്റാരോടും പറയാതെ ജോലിക്ക് അപേക്ഷ അയക്കുന്നവർ, ലഭിക്കുന്ന സൗജന്യങ്ങൾ ആരെയും അറിയിക്കാതെ മുഴുവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ, പരസഹായമില്ലാതെ ഒരു ദിവസമെങ്കിലും മുന്നോട്ട് നീങ്ങാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നത് അവരോട് കൂടി നമ്മൾ ചോദിക്കണം. എല്ലാ ജോലികളും ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത്. കർഷകരില്ലാതെ ആഹാരം ഉണ്ടാകുമോ? തുന്നൽക്കാരില്ലാതെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും നിങ്ങൾ ഇട്ടിരിക്കുന്നതുമായ വസ്ത്രം ഉണ്ടാകുമോ? ഒരു വൈദ്യനില്ലാതെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുമോ? ഒരാളും മറ്റൊരാളും തമ്മിൽ ഏതൊക്കെയോ അദൃശ്യ കണ്ണികളിലൂടെ ബന്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഒഴിവാക്കി സെൽഫിഷായിട്ട് ജീവിക്കാനല്ല, ഒപ്പം നിർത്തി ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്.